ഹലോ വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് റോഡിൻ്റെ വയർലെസ് ഗോ 2 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതൊരു ഡുവൽ ചാനൽ വയർലെസ് മൈക്രോഫോണാണ്. ടൈം കളയാൻ നോക്കി ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. റോഡിൻ്റെ മൈക്രോഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഇതേ നമുക്ക് ഒരു മൈക്ക് തന്നിട്ടുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് 2 മൈക്ക് വരുന്ന മോഡലാണ് മേടിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഇതിനകത്തൊരു റിസീവറും കൂടിയുണ്ട്. അതെ, ഇതാണ് ഈ ഒരു മൈക്രോഫോണിൻ്റെ റിസീവർ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഓൺ ആക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ റോഡിൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടുകഴിഞ്ഞാൽ ഈ ഒരു മൈക്രോഫോൺ എത്രത്തോളം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി ഞാൻ ഫാൻ ഇട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പോലും ഞാൻ ഈ ഒരു മൈക്രോഫോണിൽ വിൻഷീൽഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഫർ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിസീവറും 2 മൈക്കും അല്ലാതെ നമുക്ക് നമ്മുടെ ബോക്സിൽ എന്തൊക്കെയാണ് വന്നേക്കണമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ മൈക്കിൻ്റെ വിൻഷീൽഡ്. അപ്പോൾ ഈ ഒരു വിൻഷീൽഡ് നമുക്ക് നമ്മുടെ മൈക്കിൽ കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ടോപ്പ് ഭാഗം. മൈക്ക് ഇരിക്കുന്നത് ആ റൗണ്ട് മിഡിൽ കാണുന്ന റൗണ്ടിൻ്റെ ഉള്ളിലാണ്. അതുകൂടാതെ നമുക്ക് ഇതിനകത്തൊരു ലാവ് മൈക്കൊക്കെ കണക്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് വിൻഷീൽഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഷീൽഡ് എൻ്റെ ഭാഗത്തായിട്ടൊരു ആര കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഷീൽഡിനകത്ത് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വിൻഷീൽഡ് ഇതിനകത്ത് വെച്ചതിന് ശേഷം റൊട്ടേറ്റ് ചെയ്താലായിരിക്കും ഈ ഒരു വിൻഷീൽഡ് ഈ ഒരു മൈക്കിൽ ലോക്കാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വിൻഷീൽഡ് പെട്ടെന്നൊന്നും താഴെ വീണ് പോകില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മോഡൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നൊരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വിൻഷീൽഡ് ഇടയ്ക്കിടയ്ക്ക് താഴെ വീണ് പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഈ ഒരു മൈക്രോഫോൺ വെച്ചതിന് ശേഷം ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വലിച്ചു കഴിഞ്ഞാലൊന്നും പോവില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു മൈക്രോഫോണിനകത്ത് ഈ ഒരു വിൻഷീൽഡ് വെക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിപ്പക്കൂടായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ വിൻഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം ഈ ഒരു വിൻഷീൽഡ് യൂസ് ചെയ്താൽ മതി. ഇല്ലാത്ത സമയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വിൻഷീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ക്ലിയർ വോയിസ് തന്നെയാണ് ഈ ഒരു മൈക്രോഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഷീൽഡ് നമുക്ക് 2 ഉള്ളതുണ്ട്. നമുക്ക് ടോട്ടൽ 3 വിൻഷീൽഡ് തന്നിട്ടുണ്ട്. ഒന്ന് എക്സ്ട്രയാണ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ വിൻഷീൽഡും കൂടി തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിൻഷീൽഡിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ ബോക്സിൽ വരുന്നത് TRS കേബിളാണ്. 2 എൻഡും TRS ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻഡ് നമുക്ക് നമ്മുടെ മൈക്കിൻ്റെ റിസീവറിൽ കണക്ട് ചെയ്തതിന് ശേഷം മറ്റേ എൻഡ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കേബിൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യില്ല, കാരണം ഇത് TRS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കൺവെർട്ടർ മേടിക്കേണ്ടി വരും. TRS to TRRS എന്ന് പറയുന്ന കൺവെർട്ടർ കൂടി മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറയുള്ളത് ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു USB Type-C കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും അതുകൂടാതെ തന്നെ 3.5 ജാക്കിൻ്റെ ഒരു TRS-ൻ്റെ ഒരു പോർട്ടുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു TRS കേബിൾ നമുക്ക് നമ്മുടെ ഈ ഒരു റിസീവറിൻ്റെ ഈ ഒരു എൻഡിൽ കണക്ട് ചെയ്തതിന് ശേഷം മറ്റേ എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൽ ഇൻബിൽട്ട് റെക്കോർഡിങ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൈക്രോഫോൺ ഓൺ ആക്കിയാൽ ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ ഓഡിയോ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഉള്ളിൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു മൈക്രോഫോണിൽ നമുക്ക് 40 മണിക്കൂർ ഓഡിയോ റെക്കോർഡിങ് ഇവർ പറയുന്നുണ്ട്. അതായത് ഇന്റേണൽ സ്റ്റോറേജ് ആയിട്ട് നിങ്ങൾക്ക് 40 മണിക്കൂർ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അത് MP3 ഫോർമാറ്റിലായിരിക്കും. ഈ ഒരു ഇന്റേണൽ റെക്കോർഡിങ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റിസീവർ ഓഫ് ചെയ്താൽ പോലും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസീവറിൽ ചാർജ് ഇല്ല, പക്ഷേ ഇന്റേണൽ റെക്കോർഡിങ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. മൈക്കിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഈ ഒരു റിസീവർ എവിടെ കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഈ ഒരു റിസീവർ ഞാൻ എവിടെയും കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ മൈക്ക് ഓൺ ആണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതെല്ലാം ഇവിടെ റെക്കോർഡർ എന്നും പറഞ്ഞിട്ട് റിസീവറിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ഈ ഒരു റിസീവർ ഓഫ് ചെയ്താൽ പോലും പക്ഷേ എനിക്ക് ഈ ഒരു റെക്കോർഡിങ് ഈ ഒരു മൈക്കിൻ്റെ ഇന്റേണൽ സ്റ്റോറേജിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഈ മൈക്കും റിസീവറും ചാർജ് ചെയ്യാനായിട്ട് നമുക്കത് ഈ ഒരു ടൈപ്പ് C to ടൈപ്പ് A എന്ന് പറയുന്ന ഒരു USB
കേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 3 കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 2 മൈക്കും റിസീവറും ഒരേ സമയം തന്നെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. 7 മണിക്കൂറാണ് കമ്പനി ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. നമുക്ക് 7 മണിക്കൂർ ഏകദേശം കിട്ടുന്നുണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഒപ്പം നമുക്ക് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തരുന്നുണ്ട്. ഈ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മൈക്രോഫോൺ നമ്മുടെ ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നെല്ലാം കാണിച്ചുകൊണ്ട് വലിയൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു മൈക്രോഫോണിൽ നമുക്ക് വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. -24 മുതൽ 0 വരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാമറയുടെ വോളിയം ലെവലുമായിട്ട് ഈ ഒരു മൈക്രോഫോണിൻ്റെ വോളിയം ലെവൽ സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ആൻഡ്രോയിഡ് ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ഈ ഒരു കേബിളിൻ്റെ ഒരു എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്കിൻ്റെ റിസീവറിലും മറ്റേ എൻഡ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി നിങ്ങളൊരു iOS ഡിവൈസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഒരു ലൈറ്റ്നിങ് ടു ടൈപ്പ് സി കേബിളാണ്. ഇത് നിങ്ങൾക്ക് റോഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. റോഡ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മേടിക്കാം. ആമസോണിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മൈക്രോഫോൺ നിങ്ങളുടെ PC കണക്ട് ചെയ്യേണ്ട ആവശ്യം വരും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോഫോണിൻ്റെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പേര് പറയുന്നുണ്ട്, റോഡിൻ്റെ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോഫോണും റിസീവറും അപ്ഡേറ്റ് ചെയ്യണം. കാരണം പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോഫോൺ അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് റോഡ് സെൻട്രൽ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ നിങ്ങളുടെ PC ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മൈക്രോഫോൺ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ റോഡിൻ്റെ സെൻട്രൽ എന്ന് പറയുന്ന ആപ്പ്. മൈക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൈക്രോഫോണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ TX എന്ന് കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മൈക്കാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ TX എന്നും, റിസീവറാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ RX എന്നും ഇവിടെ കാണിക്കും. നമ്മൾക്ക് മൈക്കിൻ്റെ ചാർജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം ഫുൾ ചാർജാണ് മൈക്ക്. അതുപോലെ തന്നെ ഫോംവെയർ അപ്ഡേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇൻറ്റേർണലി മൈക്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെക്കോർഡിങ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഏത് റെക്കോർഡിംഗ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചില ഏരിയസിൽ ഇങ്ങനെ റെഡ് കാണിച്ചിരിക്കുന്നത് ഈ ഏരിയയിൽ മൈക്ക് റിസീവറിൽ നിന്ന് ദൂരെ പോയതുകൊണ്ട് അവിടെ ഓഡിയോ മിസ്സിംഗ് ആണ്. അത് കാണിക്കാൻ വേണ്ടി ഇവരിങ്ങനെ റെഡ് കളറിലൊക്കെ മാർക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അതായത് റിസീവറിലോട്ടുള്ള കണക്ഷൻസിന് എന്തെങ്കിലും പ്രോബ്ലം കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വോയിസ് കട്ടായി പോകും. അങ്ങനെ വോയിസ് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻറ്റേർണലി ഇതിൻ്റെ റെക്കോർഡിങ്സ് ഓൺ ആക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഓൺ ആക്കണമെന്ന് നോക്കാം. സെറ്റിങ്സിൻ്റെ ഒരു പിക്ചർ ഉണ്ടാകും. ഈ സെറ്റിങ്സിൻ്റെ ഈ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈക്കിൻ്റെ സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഇവിടെ ഓൾവേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഞാനത് എനേബിൾ ചെയ്തിട്ടുകൊണ്ട് നമുക്ക് മൈക്രോഫോൺ പവർ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഞാനിപ്പോൾ ഈ ഒരു ഇൻറ്റേർണലി കിടക്കുന്ന ഈ ഓഡിയോ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ മെനു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കാണിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി അൺകംപ്രസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് വേവ് എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് ആയിരിക്കും. ഈ വേവ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് 7+ അവേഴ്സ് ആണ് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് റെക്കോർഡിംഗ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഓൾവേസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ റെക്കോർഡിംഗ് ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ബാക്കപ്പ് ആയിട്ടുണ്ടാകും. ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കാണിക്കുന്ന സ്റ്റോറേജ് 43+ അവേഴ്സ് ആണ് ഇതിൻ്റെ റെക്കോർഡിങ് വരുന്നത്. ഈ ഒരു മൈക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് നിങ്ങളുടെ PC ആയിട്ട് കണക്ട് ചെയ്തിട്ട് PCയുടെ ഇൻറ്റേർണൽ മൈക്രോഫോണായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ വെബ്സൈറ്റിൽ ചെന്നതിന് ശേഷം റോഡിൻ്റെ വെബ്സൈറ്റിൽ റോഡ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാകും. ആ ആപ്പ് നിങ്ങൾ നിങ്ങളുടെ PC കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ റിസീവർ നിങ്ങളുടെ PC ആയിട്ട് കണക്ട് ചെയ്യുക. PC ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോഫോൺ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PCയുടെ ഇൻറ്റേർണൽ മൈക്രോഫോണായിട്ട് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൂം മീറ്റിങ്ങോ അതല്ല നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് പോകണമെങ്കിലോ ഗെയിം സമയത്ത് സ്ട്രീം ചെയ്യണമെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് സ്ട്രീം ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൂം മീറ്റിങ്ങിലും അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിലോ എല്ലാം നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി ഈ ഒരു മൈക്രോഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളത് നമുക്കിത് ഇങ്ങനൊരു ക്യാരിങ് പൗച്ച് കൂടി തന്നെ ഉണ്ട്. ഇതൊരു ചെറിയൊരു ക്യാരിങ് പൗച്ചാണ്. നമുക്ക് ഈ ഒരു ക്യാരിങ് പൗച്ചിൻ്റെ ഉള്ളിൽ 2 മൈക്രോഫോണും ഒരു റിസീവറും 3 വിൻഷീൽഡും കേബിളും എല്ലാം കൂടി വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതിനകത്ത് 3 റിസീവർ വെറുതെ വെക്കാം. കേബിളെല്ലാം വീട്ടിൽ വെച്ചിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാഗ് യൂസ് ചെയ്യുക.
പക്ഷേ നമുക്ക് 2 മൈക്രോഫോണും ഒരു റിസീവറും അത്യാവശ്യം വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരു ക്യാരിംഗ് പൗച്ച് ഇവർ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്നത്. കേബിൾസ് എല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുപോയി വലിയ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വില നോക്കാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 32,000 രൂപയാണ് ഇതിൻ്റെ വില. അതായത് ഈ ഓരോ യൂണിറ്റിനും 10,000 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 3 യൂണിറ്റിന് 30,000 രൂപ. അത് കൂടാതെ ഇവർ തരുന്ന കേബിളിനെല്ലാം കൂട്ടിയിട്ട് ഒരു 2,000 രൂപ മേടിക്കുന്നുണ്ട്. അങ്ങനെ 32,000 രൂപയാണ് ഈ ഒരു മൈക്രോഫോണിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വില ഈ ഒരു മൈക്രോഫോണിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 28 രൂപക്ക് വരെ ആമസോണിൽ ഈ ഒരു മൈക്രോഫോൺസ് അവൈലബിൾ ആയുള്ള സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഇപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ഇതിന് 32,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു. ഓക്കെ, ബൈ.